പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, വണക്കമാസത്തിൻ്റെ 25-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആഗ്രഹവും ചിന്തയും സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ആരുടെ മുമ്പിലും നിന്നാപാത്രമാകരുതില്ലേ, ആകല്ലേ ഈശോയെ. ഞാനൊരു നിന്നാപാത്രമായി ദേശത്ത് എന്നെ മറ്റുള്ളവർ നിന്ദിക്കുന്ന വിധത്തിലേക്ക് എന്നെ ആക്കരുത് എന്ന് ഒരു വലിയ ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ വണക്കമാസത്തിൽ വിശുദ്ധ ഔസേപ്പിതാവ് സമൂഹത്തിൽ തൻ്റെ ജീവിതത്തിൽ ഒരാളിൽ നിന്ന് നിന്ദന പോലും ഏൽക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവം അവിടുന്ന് നമ്മളോട് പറയുന്നത് എന്താണ്? അവിടുന്ന് ഞാൻ ഒരാളുടെ മുമ്പിൽ ഒരു മനുഷ്യനെ നിന്ദാപാത്രമാക്കുകയില്ല. കാരണം അവൻ ദൈവത്തോടാണെങ്കിൽ ഒരു വ്യക്തിയുടെയും മുൻപിൽ നിന്ദാപാത്രമാക്കാതെ ദൈവം കാത്തുകൊള്ളും. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം അങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ആരുടെ മുമ്പിലും നിന്ദാപാത്രമാകാതെ നിന്ദിക്കുന്നവരാകാതെ ഞാൻ നിങ്ങളെ കാത്തുകൊള്ളും. ഔസേപ്പിതാവിനെ കാത്തതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് നീ കാത്തു പരിപാലിക്കണമേ. ഈശോയെ, അവിടുത്തെ കൃപയാൽ എന്നെ കാത്തുകൊള്ളണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.